നമ്മൾ ചിക്കൻ ഏത് വേറൊരു പാനിൽ നമുക്ക് ആദ്യം ഒരു 2.5 സ്പൂണ് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ എടുത്ത് അത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ ചെറുതായിട്ട് നുറുങ്ങിയെടുത്ത് ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ട് അതിൻ്റെ പച്ചപ്പ് മണം ഒന്ന് മാറുമ്പോൾ വെളുത്തുള്ളി അതുപോലെ 1 സ്പൂൺ ചേർക്കുക. രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചപ്പ് മണം മാറിക്കഴിയുമ്പോൾ 2 സവാള ചെറുതായിട്ട് നുറുങ്ങിയത് ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് എടുക്കും. ചിക്കൻ്റെ പീസസ് എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് വലിയ ദശയുള്ളത് എടുക്കുക. കൊച്ചു കൊച്ചു കഷ്ണങ്ങളാവില്ല, വലിയ കഷ്ണങ്ങളാവണം. അതുകൊണ്ട് ഇട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞിട്ടില്ല. അപ്പോൾ ചെറിയ ക്യാപ്സിക്കം മുഴുവൻ ക്യാപ്സിക്കം ഇടും, ഇല്ലെങ്കിൽ വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി ക്യാപ്സിക്കം മതി, നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങും നമ്മൾ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത്, അത് തീരെ കുഞ്ഞു കഷ്ണങ്ങൾ, കുറച്ച് വലിപ്പം തന്നെ വേണം. ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾക്കും ചിക്കൻ്റെ കഷ്ണങ്ങൾക്കും കുറച്ച് വലിപ്പം വേണം. എന്നിട്ട് നന്നായിട്ട് അടിച്ച് കുറച്ച് ലേശം വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. 15 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ വെന്ത് കിട്ടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മക്രോണി 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ സോസ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ മക്രോണി തട്ടി വയ്ക്കുക. അത് ഇളക്കരുത്, മക്രോണി ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ മേളിലേക്ക് ക്രീം ചീസ്, അതൊരു 2 സ്പൂൺ ക്രീം ചീസും കൂടി ചേർത്ത് 2 മിനിറ്റ് അടച്ച് വെച്ചതാണ് ഇതുവരെയുള്ള പ്രൊസീജിയർ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില ഇടാം.
ബാക്കി അങ്ങനെയാണ് നിലനിർത്തുക. ആവശ്യത്തിനുള്ളത് എടുക്കുക. അപ്പം നമ്മൾ ഈ ബിരിയാണിയൊക്കെ എടുക്കും പോലെ അല്ലേ, എല്ലാം കൂടെ ലെയർ ചെയ്തിട്ട് ഓരോരോ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കും പോലെ എടുക്കുക. ഇത് മക്രോണി കുറച്ച് അധികം ആവായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നമുക്കൊരു എന്താ പറയുക, നൂഡിൽസൊക്കെ കഴിക്കും പോലെ ഒരു മീലായിട്ട് എടുക്കാം. നമുക്കിതൊരു ഡിഷായിട്ടല്ല, ഒരു കൂട്ടാനായിട്ടല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാര വിഭവമായിട്ട് തന്നെ എടുക്കാം. ചിക്കനും വെജിറ്റബിൾസും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ ആവശ്യമുള്ള ന്യൂട്രിയൻസും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ആഡഡ് ചീസും, അതുകൊണ്ട് അധികം കൊഴുപ്പുള്ള ഓക്കേ. അപ്പം നാവിൽ കൊതി കൂറാത്ത ആരില്ല എന്ന് തോന്നുന്നു ഈ ഷോ കണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതിരിക്കണം, നഷ്ടക്കച്ചവടമാണ്. ഞാൻ സെർവ് ചെയ്തെടുക്കും, തീർന്നില്ല. ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും നാവിൽ കൊതി കൂറുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം.